സാറ് പറയൂ, എങ്ങനെയുണ്ട് നമ്മുടെ വർക്കിന്റെ അഭിപ്രായങ്ങൾ പറയും. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട്. താങ്ക് യു. സാർ പറയും. പിന്നെ നിങ്ങളുടെ വർക്കേഴ്സ് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. മെയിനായിട്ട് അത് മെയിൻ വർക്കർ പുള്ളിയുടെ നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും പുള്ളിക്ക് യാതൊരു മുഷിപ്പുമില്ല ചെയ്തു തരും. അതാണ് ഇതിൽ അയാളെ പെർഫെക്റ്റ് ആയ ആളങ്ങോട്ട് മാറ്റിയത്. അതാണ് ഇതിൽ ഏറ്റവും ഞാൻ കണ്ട ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. താങ്ക് യു. മേഡത്തിന് ഞങ്ങൾ പറയുന്നതൊക്കെ അതേപോലെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു. എന്തായാലും സാറ്റിസ്ഫൈഡ് അല്ലേ? ഹാപ്പി അല്ലേ? ശരി മേഡം. പൂണിത്തുറയിലെ 1052 ഫില്ലറിന് ചുവട്ടിലുള്ള ഒരു മനോഹരമായ കൊളോണിയൽ വിലയുടെ എക്സ്റ്റീരിയർ വർക്ക്, അതായത് സ്റ്റോൺ വിരിക്കുന്ന വർക്കാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വർക്കിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോക്കകത്തുണ്ട്, നിങ്ങൾ കാണുക. ഞാനിപ്പോൾ നിൽക്കുന്നത് അവരുടെ സ്ഥലത്ത് തന്നെയാണ്. ഇത് അലീന എന്ന് പറയുന്ന ഒരു മേഡം, അതുപോലെ തന്നെ സജി സാർ, അവരുടെ വീടാണിത്. വളരെ മനോഹരമായ വീടാണ്, അതുപോലെ തന്നെ മനോഹരമായ ഒരു ഫാമിലിയാണ്. അപ്പോൾ ഞങ്ങളൊരു 3-4 ദിവസം കൊണ്ടൊക്കെ തീർക്കാമെന്ന് വിചാരിച്ച വർക്ക് 2 ദിവസം കൂടി കുറച്ച് അപ്ഗ്രേഡ് ചെയ്തു വർക്ക്. അത് മാത്രമല്ല, അതിന് വേറൊരു പ്രോബ്ലംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ രാത്രിയോടെ തീർക്കേണ്ട ഫിനിഷ് ചെയ്യേണ്ട വർക്കായിരുന്നു. അപ്പോൾ രാത്രി ഗ്രൗട്ട് ഒഴിക്കാനും അതുപോലെ കോബിള് സിമെന്റിൽ വെക്കാനും പറ്റില്ല, കാരണം മഴ പെയ്തു എന്നുള്ളതാണ്. അപ്പോൾ രാവിലെയും കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ അങ്ങനെ ചില സമയത്ത് പ്രകൃതി ചതിക്കാറുണ്ട്. അതിമനോഹരമായ ഒരു കൊളോണിയൽ വില്ലയാണ് ഈ വീട്. ഈ വീട്ടിലെ സ്റ്റോൺ വർക്കിൽ, ഈ സ്റ്റോൺ വർക്ക് കഴിയുന്നതോടെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടേതായ ചില ടച്ചുകൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. പിന്നെ ആ വീട്ടുകാരുടെ അലീന മേഡത്തിൻ്റെ അതുപോലെ തന്നെ സജയ് സാറിൻ്റെയും ചില സജഷൻസും നമ്മൾ എടുത്തിട്ടുണ്ട്. അവരുടെ ഐഡിയകൾക്ക് അനുസരിച്ച് കൂടിയാണ് നമ്മൾ ഈ ഒരു വീട് മനോഹരമാക്കി ചെയ്ത് ലാൻഡ്സ്കേപ്പ് ചെയ്ത്. ഫസ്റ്റുള്ള പ്ലാൻ പോലെ അല്ലായിരുന്നു പിന്നീട് അവരുടെ പ്ലാൻ, അവർ കുറച്ച് ചേഞ്ച് ചെയ്തു. ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ച് കുറച്ച് ഭാഗം പെബിൾ വെച്ച് കുറച്ച് ഗ്രാസൊക്കെ വെച്ച് പിന്നെ പെബിൾ ഇടാം എന്നായിരുന്നു. പിന്നെ പെബിൾസിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി കൂടി ഒരു 4 ടണ്ണോളം നമുക്ക് പെബിൾസ് ഈ വീട്ടിലേക്ക് വർക്കിന് ആവശ്യമായിട്ട് വന്നു. അതുപോലെ തന്നെ 3x2 ബാംഗ്ലൂർ സ്റ്റോൺ ആയിരുന്നു, അത് ഫുൾ ബോക്സ് കട്ടാണ് ഇവിടെ വെച്ച്. അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റിയിലെ ഭംഗിയുള്ള ഒരു സ്റ്റോൺ തന്നെയാണ് നമ്മൾ ഈ വീട്ടിൽ വിരിച്ചത്. നിങ്ങൾക്ക് ഈ വർക്ക് കഴിയുന്നതോടുകൂടി അത് കാണുമ്പോൾ മനസ്സിലാകും. നാച്ചുറൽ ബാംഗ്ലൂർ സ്റ്റോൺ 50 mm വൈറ്റ്, എസ് വൈറ്റിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ വൈറ്റ് കളറായിട്ട് നിൽക്കും. ഇത് ഗ്രെയിൻസ് വരണമെന്നുണ്ടെങ്കിൽ വെള്ളം നനയണം, അതായത് മഴ പെയ്യുകയോ നമ്മൾ കഴുകുകയോ സമയത്ത് കറക്റ്റായിട്ട് ആ ഗ്രെയിൻസ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഡിഫറൻസ് ആയിട്ടുള്ള ചിത്രപ്പണികളൊക്കെ പുറത്ത് നമുക്ക് കാണാൻ കഴിയും. നാച്ചുറലായിട്ടുള്ള ഒരു ക്വാളിറ്റി കാണാൻ കഴിയും. പിന്നെ ഈ വീട് കുറച്ച് സ്ലോപ്പ് ചെയ്ത് കൊണ്ടുവരാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കൂടെ കുറച്ച് ചെയറും സ്റ്റൂളും കസേരയൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ കുറച്ച് ഷെയ്ഡ് നമ്മൾ കറക്റ്റായിട്ട് തന്നെ നൂല് കെട്ടി ലെവൽ ചെയ്ത് വെച്ചു. അതിന് ശേഷം 2 സ്ലോപ്പാക്കി, ചെറിയ മിനി സ്ലോപ്പുകളാക്കി കല്ലിനെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് വെക്കുന്ന ഒരു വർക്ക് നമ്മളുടേതായ ഒരു സ്പെഷ്യൽ കോൺട്രിബ്യൂഷനാണ്. അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾക്ക് ഞാൻ അവസാന ഭാഗത്ത് ശരിക്കും കാണിച്ചു തരാം എങ്ങനെയാണ് ആ കല്ല് ചെയ്തതെന്നുള്ളത്. ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ആ ടച്ച് ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ഫുൾ ബോക്സ് കട്ടാണെങ്കിൽ ഇത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ലോണിൽ ഗ്രാസ് വെക്കുന്ന സമയത്ത് നമ്മൾ പാത്ത് വേ ചെയ്യുമല്ലോ. പാത്ത് വേ ചെയ്യുന്നത് സാധാരണ വീതിയിലാണ് നമ്മൾ പാത്ത് വേ ചെയ്യുക, നീളത്തിൽ പാത്ത് വേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ വീഡിയോയ്ക്ക് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. 3x2 ലെങ്ത്തിലാക്കി വെച്ചിട്ട് വീതി നീളത്തിലാക്കി വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. ഒരു 3 കല്ലിൻ്റെ പീസുകൾ, 3 കല്ല് പകുതിയാക്കി മുറിച്ചിട്ടാണ് വെച്ചത്. ഇതാ നോക്കൂ, ഇതുപോലെ നമ്മൾ കല്ല്, നീളത്തിലുള്ള കല്ല് 2 പീസാക്കി മുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഒരു പാത്ത് വേ സെറ്റ് ചെയ്ത്. സിമ്പിളായിട്ടുള്ള പാത്ത് വേ മതി. കാരണം സെൻറ്ററിൽ നമ്മൾ പോണ്ടി പെബിൾസ് ഇടുകയാണ് ചെയ്തത്. ആ പോണ്ടി പെബിൾസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ചുവട്ടിലായിട്ട് നമ്മൾ ഷീറ്റ് വിരിച്ചിരുന്നു, പോളിത്തീൻ ഷീറ്റ് വിരിച്ചിരുന്നു. അതിൻ്റെ മുകളിലാണ് നമ്മൾ ബേബി വെതറിയത്. ബേബിക്ക് മുകളിലായിട്ട് ഇടുമ്പോൾ നമ്മൾ എപ്പോഴും താഴ്ഭാഗത്ത് ഒരു പോളിത്തീൻ ഷീറ്റ് വിരിക്കുന്നത് നല്ലതാണ്. കാരണം കളകളൊന്നും പൊങ്ങാതെ കാലാകാലം അത് സംരക്ഷിച്ച് വൃത്തിയായിട്ട് നിന്നോളും. പിന്നെ ചളികളും വരില്ല. അതുപോലെ തന്നെ താഴ്ഭാഗത്ത് ബേബി മെറ്റൽ യൂസ് ചെയ്യണം. ബേബി മെറ്റലിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഇതുപോലെ പെബിൾസ് നിരത്തേണ്ടത്. പെബിൾസ് നിരത്തേണ്ടത്. പെബിൾസ് വൈറ്റ് ആണെങ്കിലും ഇനി പോണ്ടി പെബിൾ ആണെങ്കിലും മറ്റ് ഏത് തരം പെബിൾസ് ആണെങ്കിലും നിങ്ങൾ ഇതുപോലെ പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇവർ പറഞ്ഞത് ഇങ്ങനെ ഈ ഒരു സൈഡിലെ ലോൺ ചെയ്ത പോലെ തന്നെ പെബിൾസ് ഗ്രാസ് മിക്സ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ മറ്റ് സൈഡിലും ഞങ്ങൾ അതുപോലെ തന്നെയാണ് ചെയ്തത്. പണ്ടത്തെ ഇവരുടെ വീട് ഇപ്പോഴത്തെ ഈ 1052 നിൽക്കുന്ന ഈ ഫില്ലർ നിൽക്കുന്ന മെട്രോയുടെ ഫില്ലർ നിൽക്കുന്ന ഈ ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു അവരുടെ വീട്. പിന്നെ മെട്രോയ്ക്ക് വേണ്ടിയിട്ട് അവർ സ്ഥലം കൊടുത്തു. അതിന് ശേഷമാണ് അവർ വീട് കുറച്ച് ബാക്കിലോട്ടാക്കി കുറച്ച് ഹൈറ്റിലുമാണ് വീട് പൊങ്ങിയിടിച്ചിട്ടാണ് വീട് വെച്ചിട്ടുള്ളത്.
അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവേക്ക് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഒരു സ്റ്റോൺ ഇതുപോലെ വെച്ചിരുന്നു. നമ്മുടെ പണി ഇപ്പോൾ നടക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 12 മണി 11 മണി 12 മണിക്കൊക്കെ സമയത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇതിൻ്റെ മുൻപത്തെ വീഡിയോ അല്ല, ഈ വീഡിയോകളൊക്കെ ഞങ്ങൾ കഴിയും ഇന്ന് തന്നെ ഈ ദിവസം ഫിനിഷ് ചെയ്ത് തീർക്കാം എന്നാണ് വിചാരിച്ച്. ഞാൻ പറഞ്ഞിട്ട് നേരത്തെ ഒരു കല്ല് ചെരിച്ച് വെച്ച് കട്ട് ചെയ്ത് പറഞ്ഞില്ല, അത് ഈ രൂപത്തിലാണ് ചെയ്തത്. ഒരു കല്ലിനെ തന്നെ ക്രോസ് ചെയ്തിട്ട് വെച്ചിട്ട് നമുക്ക് ചെരിക്കാനൊക്കെ സുഖമാണ്. അപ്പോൾ ഈ അല്ലാതെ നമുക്ക് കല്ലിന് എന്തായാലും മടക്കി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ സ്ലോപ്പുകളൊക്കെ ഉണ്ടാക്കി അതൊരു ഭംഗിയായിട്ട് വരും, സ്ലോപ്പായിട്ട് തോന്നുകയുമില്ല. അപ്പോൾ എന്തായാലും ഫൈനലി നമ്മുടെ വർക്ക് ഈ രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ലാസ്റ്റ് ടൈമിലുള്ള കോബിൾ വർക്ക് ലാസ്റ്റ് ഇടാം, കാരണം അതിപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ പിറ്റേ ദിവസത്തിന് 3 മണിക്കൂർ, അപ്പോൾ അതായത് വർക്ക് കഴിഞ്ഞ ദിവസം 3 മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ വർക്ക് ഇവിടുന്ന് ഫിനിഷ് ചെയ്ത് പോവുക. അപ്പോൾ കുറച്ചുകൂടെ വർക്കുണ്ട്. ഞാനിപ്പോൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് തന്നെയാണ് ഓൾറെഡി ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോബിളിൻ്റെ ഭാഗമുണ്ട്, അതുപോലെ തന്നെ ഗ്രൗട്ട് ചെയ്യുന്നതിന് മുൻപാണ് ഗ്രൗട്ട് ചെയ്യാനുണ്ട്. ആ 2 വർക്കുകളാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ അത് ഗ്രൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് എസ് വൈറ്റ് ബാംഗ്ലൂർ സ്റ്റോൺ ഫുൾ ബോക്സ് കട്ട് വെച്ചാൽ നമുക്ക് റിസൾട്ട് കിട്ടുക. പിന്നെ എൻട്രിയിൽ ഗേറ്റിൻ്റെ ഭാഗത്ത് റാമ്പിൽ നമ്മൾ കോബിൾ കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്ത് 6 ഇഞ്ചിലാണ് കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ അതാണ് മനോഹരമായ വീട്. നമ്മുടെ ഈ ഒരു വർക്കിന്റെ ക്രിയേറ്റർ നമ്മൾ പറയും, അവൻ ചെയ്യും. പറയടാ, സിനിമാടനെ പോലെ തോന്നുന്നുണ്ടോ അവനുണ്ട് ചിരിക്കുക.